ഈ ഗ്ലാസ്സിൽ നോക്കിയാൽ വടിയും പിടിച്ച് നടക്കുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ അത് കാണില്ല. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? 3 പാറകൾ, അതിന് നടുവിലൂടെ റോഡും. ഇന്നത്തേത് അൽ ഉലയിലേക്കുള്ള യാത്രയാണ്. രാവിലെ 6 മണിയാകുമ്പം അൽ ഉല വിന്റർ പാർക്കിലെത്തി ഒന്ന് ഫ്രഷായി സുബീൻസ്കാരവും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം നേരെ അൽ ഉല ഓൾഡ് ടൗണിലേക്ക് യാത്ര തിരിച്ചു. We have to park here and wait for the bus. The bus will take. No, it's free. രാവിലെ 8 മണിയാകുമ്പോൾ അൽ ഉല ഓൾഡ് ടൗൺ ഓപ്പൺ ആവും. 8 മണിയാകുമ്പോൾ തന്നെ വെയിലും ചൂടൊക്കെ ആയിട്ടുണ്ട്. നല്ല തണുപ്പാന്നുള്ള പ്രതീക്ഷയിൽ വന്നായിരുന്നു. പക്ഷേ രാത്രി നല്ല ഒടുക്കത്തെ തണുപ്പുമാണ്, പകൽ നല്ല ചൂടുമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ എന്താണ് ബിരിയാഞ്ചമ്പിൻ്റെ മൂടി കമത്തിച്ചാൽ ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമുക്ക് അൽ ഉല ഓൾഡ് ടൗണിലെ മൊത്തം വ്യൂ കാണാൻ ഇതിൻ്റെ മുകളിലോട്ടാണ് കയറുകയാണ് വേണ്ടത്. പക്ഷേ അവിടെ കയറണമെങ്കിൽ ഇപ്പോൾ എൻട്രി ഫീ ഉണ്ട് എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. മുമ്പ് വന്നപ്പോൾ ഫ്രീ ആയിരുന്നു. Need to book also? Yes, with the tour. Need to go with the tour. 70 riyal with the tour guide. So I think no need. If you tomorrow, what about tomorrow? ഇന്നത്തെ ബുക്കിംഗ് ഫുള്ളാണ്. നാളേക്ക് ഒരാൾക്ക് 70 റിയാൽ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. മുമ്പ് ഞാൻ വന്നപ്പോൾ ഫ്രീ ആയിരുന്നു. It's free. Just Before maybe in the summer. summer. Summer free? അവർക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്ത് തിരിച്ചു. ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ അതിൻ്റെ ടോപ്പ് നിന്നെടുത്ത വീഡിയോസാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയ അങ്ങോട്ട് കോസ്റ്റർ ബസ്സും അവൈലബിൾ ആണ് കേട്ടോ, ഫ്രീ സർവീസാണ്. അപ്പോൾ അവിടെ നമ്മൾ പുറത്തിറങ്ങി അൽ ഷലാൽ ഹിഡൻ കോഫിയിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇവിടുന്ന് 10 റിയാൽ ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളോട്ട് കയറാനായി. ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് കയറിക്കാണെങ്കിൽ ആ കാണുന്ന വലിയ 2 പാറകൾക്കിടയിലൂടെ ഓരോരുത്തരായി ചെരിഞ്ഞും കുരിഞ്ഞും അപ്പുറത്തേക്ക് കിടക്കണം. ഇതാണ് അൽ ഉലയിലെ ഗുഹക്കുള്ളിലെ ആ സുന്ദരമായ കോഫി ഷോപ്പ്. ഇതിൻ്റെ പേരാണ് അൽ ഷലാൽ കോഫി. അവിടുന്ന് കോഫിയും കുടിച്ച് പുറത്തിറങ്ങി മറായയിലേക്ക് യാത്ര തിരിച്ചു. ستة نفر. صحيت الساعة 12. شكرا. 12 മണിക്കായിരുന്നു ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. സെക്യൂരിറ്റി സമയം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷമേ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഒരാൾക്ക് 95 റിയാലാണ് ടിക്കറ്റ് ചാർജ്. ഇതൊരു ഇൻവിസിബിൾ ബിൽഡിംഗ് ആണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല. എന്നാൽ അടുത്ത് ചെന്നാൽ അവിടെയുള്ള അതിമനോഹരമായ മരുഭൂമിയുടെയും മലകളുടെയും ഭംഗി ഈ ബിൽഡിങ്ങിൽ അതേപോലെ പ്രതിഫലിക്കുന്നത് കാണാം. 9740 സ്ക്വയർ മീറ്റർ മിറർ പാനലുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. അപ്പം എന്നാൽ വരി ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ